തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുള്ള നിയ ഫൈസലിന്റെ മരണം കേരളത്തെ മുഴുവനാണ് ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിന് സമീപം എത്തിയപ്പോഴായിരുന്നു തെരുവ് നായ്ക്കൾ ആ കുഞ്ഞിനെ കടിച്ചു കീറിയതും. കടിച്ചു കീറുകയായിരുന്നു ഭ്രാന്ത് പിടിച്ച ആ തെരുവ് നായ്ക്കളെല്ലാം കൂടി. തന്റെ മകൾക്കുണ്ടായ ദുരന്തത്തിൽ അമ്മ ഹബീറയുടെ പ്രതികരണം കണ്ണീരോടെയല്ലാതെ ഒന്ന് കാണുവാൻ ആർക്കും കഴിയുകയില്ല. അവിടെ വേസ്റ്റ് കൊണ്ടിടല്ലേ എന്ന് എല്ലാവരോടും പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അത് തിന്നാൻ വന്ന നായ്ക്കളാണ് എൻ്റെ കുട്ടിയെ കടിച്ചു കീറിയത്. ഞാൻ ഓടിച്ചു വിട്ട പട്ടിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാൻ ഓടി ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കടിച്ചു കീറുകയായിരുന്നു ആ നായ്ക്കളെല്ലാം. അപ്പോഴേ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടും പോയി. ഇപ്പോൾ ദാ കൊണ്ടുപോയി എനിക്കിനി കാണാൻ പോലും കഴിയില്ല. എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്കുണ്ടായതെന്ന് കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ പറയുന്നത്. ആ അമ്മേനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. ഇനിയും കുറെ പട്ടികളെ കൂടി വളർത്തു. കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രി കൂടിയാണിത്. ഇവിടം വരെ നായ്ക്കൾ വളർന്നു കയറി പോകുന്നത് കണ്ടില്ലേ എന്ന ചോദ്യവും മാധ്യമങ്ങളോട് ആ അമ്മ ചോദിക്കുന്നുണ്ട്. ഈ അവസ്ഥ മറ്റൊരാൾക്കും ഒരിക്കലും ഇനി വരരുത്. പറയാൻ വാക്കുകളില്ലെന്ന് നിയയുടെ അച്ഛനും പറയുകയുണ്ടായി. വീടിന് സമീപം തെരുവ് നായയുടെ ശല്യം വളരെയധികം രൂക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത്. നിരവധി പ്രാവശ്യം ഇക്കാര്യം അധികാരികളെ കണ്ട് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും അവർ കൈക്കൊണ്ടിട്ടില്ല. തിരുവനന്തപുരം SIT ആശുപത്രിയുടെ മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അവർ ഈ പ്രതികരണങ്ങളെല്ലാം നടത്തിയത്. തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മരണം നഗരത്തെയും അതുപോലെ സംസ്ഥാനത്തെ മുഴുവനാണ് യഥാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. SIT ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയായിരുന്നു ഈ കുഞ്ഞിന്റെ അന്ത്യം നടന്നത്. കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഗുരുതരമായ പേവിഷബാധയായിരുന്നു. ഏപ്രിൽ 8-നായിരുന്നു കുട്ടിക്ക് നായയുടെ കടിയേറ്റിരുന്നതും. തുടർന്ന് വാക്സിൻ ഉൾപ്പെടെ ആവശ്യമായ ചികിത്സകളെല്ലാം ലഭിച്ചുവെന്ന വാദമായിരുന്നു ആരോഗ്യവകുപ്പ് ഉയർത്തിയിരുന്നത്. പക്ഷേ രോഗം തീവ്രമായതിനെ തുടർന്ന് കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് കുട്ടിയുടെ നില വളരെ വഷളായതും അതുപോലെ മരണം സംഭവിച്ചതും. മൃതശരീരം പേവിഷബാധയോടെ മരണപ്പെട്ടതിനാൽ വീട്ടിലെത്തിക്കില്ലെന്നും പൊതുദർശനം ഉണ്ടായിരിക്കില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാതാവായ ഹബീറയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നിയയുടെ ഖബറടക്കം നടക്കുകയും ചെയ്തു. പേവിഷബാധയേറ്റ് 7 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി തിരുവനന്തപുരം SIT ആശുപത്രി അധികൃതരും രംഗത്തെത്തിയിരുന്നു. കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസലാണ് ചികിത്സയ്ക്കിടെ പ്രധാനമായിട്ടും മരിച്ചത്. നിയയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നാണ് ഡോക്ടർ ബിന്ദു വെളിപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് വളരെയധികം പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ വിശദമാക്കുകയും ചെയ്തു. മാത്രമല്ല തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഈ കുട്ടിയുടെ കൈക്കുണ്ടായത് ശരിക്കും വലിയ മുറിവായിരുന്നു. വിഷയത്തിൽ ആരും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നും ആരും അങ്ങനെ നിർദ്ദേശിക്കാറില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. വാക്സിൻ ഫലപ്രദമാണെന്നായിരുന്നു നടത്തിയ പഠനത്തിലെയും കണ്ടെത്തലെന്ന് ജോയിന്റ് DME ഡോക്ടർ വിശ്വനാഥും വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വാക്സിനിൽ സംശയമൊന്നുമില്ല. പഠനത്തിൽ ഇത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വാക്സിൻ സ്റ്റോറേജ് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് റിപ്പോർട്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. നായയുടെ കടിയേറ്റ ഭാഗത്തെ മുറിവ് കിട്ടില്ല. മുറിവ് മൂടുന്ന വൈറസ് കൂടുതൽ വേഗം കൂടുകയും ചെയ്യും. പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുറിവ് തുറന്നു വെക്കുന്നതാണ് രീതിയെന്നും ഡോക്ടർ വിശ്വനാഥ് കൂട്ടിച്ചേർത്തു. നിയ ഫൈസൽ 3 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു നിലനിന്നിരുന്നത്. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നത്. മാത്രമല്ല കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഖബറടക്കി.